എനിക്ക് കുഴപ്പമില്ലടാ, വെടിയും തന്നെ അയക്കാൻ പറ്റും. എനിക്ക് എന്ത് കുഴപ്പം, വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം. ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഒരു ആരാധകരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ മൂന്നാറിൽ പോയപ്പോൾ പിള്ളേരെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള പറ കിട്ടുന്ന ഭാഗ്യവാ. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ബിഗ് ബോസ്. ഞാൻ ചെന്നങ്ങ് കേറിക്കൊടുത്തു. രേണുവിന്റെ വായിൽ നിന്ന് സത്യസന്ധമായി പറയുന്ന ഏതാനും ചില വാക്കുകളിൽ ഒരു വാക്കാണ് രേണു സുധി ബിഗ് ബോസ് എന്താണെന്ന് അറിയാതാണ് ബിഗ് ബോസിലേക്ക് ചെന്നിട്ടുള്ള ഒരു കാര്യം. അതിപ്പോൾ രേണു പറഞ്ഞില്ലെങ്കിലും അത് കണ്ടിട്ടുള്ള 33ാമത്തെ ദിവസം അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി രേണു സുധി ബിഗ് ബോസ് കണ്ടിട്ടില്ലെന്നും ബിഗ് ബോസ് എന്തുവാണെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അറിയത്തില്ലെന്നും. രേണുവിന്റെ വിചാരം ബിഗ് ബോസിലേക്ക് ചെല്ലുന്നതിന് തൊട്ടു മുമ്പുള്ള ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തി ജ്വലിച്ച് രേണു സുധിയുടെ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ഓടിക്കൂടുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസിൽ നിന്ന് ഒരു വിളി വരുന്നത്. നേരെ ഓടിച്ചാടി സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ സെലിബ്രിറ്റി ലെവലിലേക്കൊക്കെ നിൽക്കുന്ന ഞാൻ ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോൾ മോഹൻലാലിനെക്കാട്ടിലും മുകളിൽ ഒരു പദവിയായിരിക്കും എനിക്ക് ലഭിക്കുന്നത് എന്നൊരു ഓവർ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഡയറക്റ്റ് കയറി ചെല്ലുന്നത്. അത് കയറി ചെന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നവരേക്ക് വരിക, സുചേട്ടാ ഞാൻ വന്നു, സുചേട്ടൻ ബിഗ് ബോസിൽ നിന്ന് പോയതല്ലേ, സുചേട്ടാ ഞാൻ വന്നു എന്ന് പറയാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ എന്റർടൈൻമെന്റ് ഒക്കെ ആഗ്രഹിച്ച് ആലോചിച്ച് അതുപോലെയൊക്കെ ചെയ്യാം. ഒരു അയൺ ലേഡി ആയിട്ട് വിധവകൾക്ക് മാതൃകയായിട്ട് വിധവകളുടെ മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ഒരു വിധവ പ്രതിനിധിയായിട്ടൊക്കെ ഓടിക്കേറി അങ്ങോട്ട് ചെയ്യുന്ന രേണുവിന് കമ്പാരിറ്റീവ്ലി അവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ സംസാര രീതിയും അവരുടെ ശൈലികളും ഒക്കെ കണ്ടു വന്നപ്പോഴത്തേന് രേണുവിന് മനസ്സിലായി നമ്മളുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് രേണുവും സുധിയും കുടുംബവും ഫാമിലിയും അവരെ വിറ്റ് തിന്നുക ജീവിക്കുക അടക്കം തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 100 ദിവസം അവിടെ നിന്ന് ഇടാൻ കഴിയത്തില്ലെന്നും അങ്ങനെ ഇടാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ചീത്തപ്പേരിനെക്കാട്ടിലും 10 മടങ്ങ് ചീത്തപ്പേര് സ്വന്തമായിട്ട് എനിക്ക് കിട്ടുമെന്നും സ്വന്തമായി ഒരു തിരിച്ചറിവുണ്ടായ രേണു സ്വന്തമായിട്ട് മാറിയിരുന്ന് പല കാര്യങ്ങളും കമ്പാരിറ്റീവ്ലി ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കിനാണ് രേണു ചെയ്യുന്ന പല പ്രവൃത്തികൾക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് സ്വയമേ മനസ്സിലാക്കിയ വ്യക്തി അതിനു മുമ്പ് തന്നെ ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് തന്നെ പുറത്ത് എന്റെ ഫ്രണ്ടേ നീ എന്റെ വീഡിയോ അങ്ങ് റിമൂവ് ചെയ്തേക്കടാ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ അകത്തി എന്നപ്പോഴത്തേന് ഉൾട്ടയടിച്ച് കറങ്ങി സ്വന്തം തലയിൽ തന്നെ ഊമ്പിത്തിട്ട് മേളിലേക്ക് കയറിയപ്പോഴത്തേക്ക് അത് എങ്ങനെ നിൽക്കണമെന്ന് അറിയത്തില്ല, ഏത് രീതിയിൽ നിലനിൽക്കണമെന്ന് ഒരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന രേണുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് രേണു ബിഗ് ബോസ് കണ്ടിട്ടില്ല എന്നും ബിഗ് ബോസ് എന്തുവാണെന്നും ബിഗ് ബോസിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല എന്നുള്ളൊരു കാര്യം രേണു ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം. അങ്ങനെ തന്നെ രേണു പുറത്തേക്ക് വന്നത്. നമ്മുടെ മെയിൻ ടോപ്പിക് ഈ ഒരു സാധനമല്ല. രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇത് AI ക്രിയേറ്റ് ചെയ്ത ചാറ്റാണ്. പിന്നെ അങ്ങനെ ഒരു ചാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു കാഫി കുടിക്കാൻ, ജസ്റ്റ് ഒരു ഷേക്ക് ചെയ്യാൻ, എന്തോന്ന് ഷേക്ക് ചെയ്ത് കുടിക്കാൻ, ജസ്റ്റ് ഒരു ഡ്രൈവ് പോവാൻ, വണ്ടി ഓട്ടിക്കാൻ, ഓക്കെ അതിന് വേണ്ടിയിട്ട് മാത്രമാണല്ലോ കാര്യം. അപ്പം നമ്മൾ പറയുമ്പോഴാണ് അതിനൊക്കെ വലിയ കുറ്റം. ഇത് നമുക്ക് മാത്രം തോന്നിയിട്ടുള്ള കാര്യമല്ലേ. നമുക്ക് അവിടെ തൊട്ട് തന്നെ 3-4 ക്ലിപ്പ് കാണാം. ഈ ക്ലിപ്പ് നിങ്ങൾ മൊത്തം കാണണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് വ്യക്തമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് രേഖപ്പെടുത്താനായിട്ട് കേട്ടോ. ആദ്യം ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒന്ന് ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം. ജസ്റ്റ് മീറ്റപ്പ് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവില്. 1 coffee, 1 shake, 1 ride, 1 kernel, call manager. Poor Indian woman, widow, surviving for the family in the name of Sudhi Chetan. So sad. Call the manager, she will do. You ready? വെല്ലാത്തേതി. എൻ്റെ പൊന്നു രേണു, ഇത് തന്നെയാണ് കണ്ടിട്ടുള്ള ജനങ്ങൾക്കെല്ലാം തോന്നുന്ന ഒരു കാര്യം. ഇത് ഭയങ്കര ഫണ്ണി ആയതുകൊണ്ടാണ് ഞാൻ ഇതെൻ്റെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു കാര്യം. കാരണം ഞാൻ ഇതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് വ്യക്തമായിട്ട് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ചാറ്റിനെ വീണ്ടും ക്രമീകരിച്ചുകൊണ്ട് ഇത് സത്യമല്ല, ഇത് AI ക്രിയേറ്റ് ചെയ്ത ചാറ്റൊക്കെ ആണെന്നുള്ള രേണുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. രേണു ഒന്നെങ്കിലും മറവിക്കുള്ള മരുന്ന് കഴിക്കണം. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് വ്യക്തമായിട്ട് കഴിക്കേണ്ട ഒരു ആവശ്യം രേണുവിനുണ്ട്. ഇല്ല എന്നൊരിക്കലും പറയില്ല. ഞാൻ പറഞ്ഞുതരാം. ഒരിടത്ത് എന്നിട്ട് ഇത് AI ചാറ്റാകും വാഹം എല്ലാം കയറി കൊടുക്കുന്നു. ചാറ്റാണെന്ന് പറയുന്ന രേണു തൊട്ടപ്പുറത്ത് വന്നിട്ട് ഒരു കാഫി കുടിക്കാൻ, ഒരു ഡ്രൈവിന് പോകാൻ, ഒന്ന് പെരിക്കാൻ, ഇത് മാറ്റമെന്ന് ഇറക്കി അങ്ങനെ ഒന്നും പറയല്ലോ. നിൽക്കുന്നെങ്കിൽ ഒറ്റ എടുത്ത് നിൽക്കണം. ഞാൻ ചെയ്തിട്ടുണ്ടാ നിനക്കെന്താ നാറുകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നാറുകൾ നാക്ക് വെക്കുമോ രേണുവിനെതിരെ? പൊക്കത്തില്ല. ഞാൻ ഉടുപ്പുള്ള നാറുകൾ മിണ്ടായിരിക്കും രേണു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലാതെ വന്നിട്ട് തൊട്ടപ്പുറത്ത് വന്നിട്ട് അത് AI ChatGPT വഴി ഉണ്ടാക്കിയാണ്. തൊട്ടപ്പുറത്ത് വന്നിട്ട് അതൊരു കാഫി കുടിക്കാൻ, കാൾ മീ മൈ മാനേജർ. എന്നിട്ട് മാനേജറെ കൊണ്ടാണ് കാഫി കുടിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാധനത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കാണുന്നവർക്ക് ഒരു വ്യക്തത കാണുമല്ലോ. മൾട്ടിപ്പിൾ ഡിസോർഡർ ഒന്നുമില്ല, സിംഗിൾ ഡിസോർഡർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. ഇനി ബാക്കി എനിക്ക് കുഴപ്പമില്ലടാ, വെടിയും തന്നെ അയക്കാൻ പറ്റും. എനിക്ക് എന്ത് കുഴപ്പം, വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം. ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഇത് അവളെ ഈ കരിങ്കല്ലായിട്ട് വെടിയെന്നൊന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ കരിങ്കല്ലായി പോയെന്നാ. എൻ്റെ പൊന്ന് രേണു,
എനിക്ക് ഇതുപോലൊരു സാധനം എടുത്തിട്ട് റിയാക്ട് ചെയ്യണം, നിന്നെ ഇതുപോലെ ചെയ്യണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. നിന്റെ വായിൽ നിന്നും വരുന്ന കുറേ കാര്യങ്ങൾ തന്നെ നമ്മളെക്കുറിച്ച് ഒരാളൊരു നെഗറ്റീവ് പറയുന്നു, നമ്മളെ ആവശ്യമില്ലാത്തൊരു കാര്യം ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ നെഞ്ച് കരിങ്കല്ലടാ. നീ പറ, നീ എൻ്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ വിളിക്കുക, എനിക്കെതിരെ 2 പേരും പറ, എനിക്കെന്തുവാ? എന്റെ രോമത്തിൽ പോലും അവസാനം ഏശത്തില്ലടാ. അങ്ങനെ ഏശത്തില്ല എന്ന് പറയുമ്പോഴത്തേന് അവന് വീണ്ടും പറയാനായിട്ട് ഒരു പ്രചോദനമല്ലേ നമ്മൾ കൊടുക്കുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, അവളൊന്നും പറയത്തില്ല. അവളെ വെടിയെന്നോ മറ്റേതൊന്നോ മറിച്ചോന്നോ എങ്ങനെ വിളിച്ചോന്നല്ല നാട്ടുകാർ പറയത്തുള്ളൂ. അങ്ങനെ പറയുന്നവർക്ക് വ്യക്തമായ ഒരു പ്രചോദനമല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കൂടെ അതാണ്ട് ഇങ്ങനെ നിന്ന് ക്യാമറ പിടിക്കുന്ന മൊണ്ണാളാണെങ്കിൽ അവളോട് അടുത്ത ചോദ്യം ചോദിക്കുന്നു, അതിൻ്റെ അർത്ഥം എന്തുവാണെന്ന്. അമ്മയോട് പോയി ചോദിക്കടാ അതിൻ്റെ അർത്ഥം എന്തുവാണെന്ന്. കേട്ടോ? ബാക്കി നോക്കാം ഇനി, എന്നാലും അതിൻ്റെ വ്യക്തമായ കാര്യം മനസ്സിലാവും. അങ്ങനെയൊക്കെ ദേഷ്യം വരാം. ഒരു ദേഷ്യമില്ല, ഇപ്പൊ സന്തോഷമുണ്ട്. ഞാൻ പിൻ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാതെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന് അവനൊക്കെ അറിയാം. എന്തായാലും ഞാൻ പിൻ ചെയ്തില്ല. അയ്യോ, അത് അർത്ഥറിടാത്തൊരു പൊന്നുമോനാണല്ലോ ക്യാമറയും പിടിച്ചോണ്ട് വന്നിരിക്കുന്ന എന്റെ അമ്മയുടെ മോനെ. പൊന്നുമോനെ, ചോറ് കഴിയുമ്പോഴത്തേനും അമ്മ തന്നെ കൈ കഴുകി തരും, അമ്മ തന്നെ കുപ്പിളിച്ച് തരും, അമ്മ തന്നെ തോർത്ത് വെച്ച് കൈയും എല്ലാം കഴുകി അമ്മ തന്നെ കുളിപ്പിക്കുന്ന ഒരു പുന്നാര പൊലമോനാണ് ആ ക്യാമറയും പിടിച്ചോണ്ടെന്ന് എന്നോട് ചോദിക്കുന്നത്. കേട്ടോ? നല്ല കാര്യടാ, നല്ല കാര്യം. അടുത്ത രേണു ഒരു ആരാധകരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ മൂന്നാറിൽ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞ 18 വയസ്സിന് മുകളിലുള്ള പറ. മൂന്നാറിലുള്ള ആരാധകരാണോ? എന്നാൽ അത് പൈൻ ഫോറസ്റ്റ് ആയിരിക്കും. കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ. ഓക്കെ, എന്നെ സംബന്ധിച്ച് അവർ കൊച്ചു പിള്ളേരല്ലേ. എനിക്ക് 34 വയസ്സില്ല, അതുകൊണ്ട് പറഞ്ഞത് 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ. അങ്ങനെ തന്നെ പറയുന്നു. 18 ഞാൻ 30 വയസ്സിന് മുകളിലുള്ള കൊച്ചു ചെറുക്കൻ. അങ്ങനെയല്ലേ വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേരൊക്കെ എന്റെ 18 വയസ്സിന് താഴെയുള്ളവരെന്തെങ്കിലും ഇഷ്ടപ്പെടാൻ പാടില്ല. ഇഷ്ടപ്പെടുന്ന വാവകളല്ലേ, അത് കുഞ്ഞു വാവകളല്ലേ അവര്. ഒക്കെ ഇഷ്ടമാണ്. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. മൂന്നാറിൽ വെച്ചിട്ട് കുറേ ആരാധകർ ഉണ്ടായിരുന്നു. ആരാധകരെന്ന് ഞാൻ പറയാറില്ല, എന്നെ സ്നേഹിക്കുന്നവരെന്ന് ഞാൻ പറയാറുള്ളൂ. കഴിഞ്ഞ തവണ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാതൃഭൂമിയിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. മൂന്നാറിൽ അതിയായ തിരക്ക് അനുഭവപ്പെടുകയും 18 മണിക്കൂറോളം പോയിട്ടുള്ള വണ്ടികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയുണ്ടായിരുന്നൊരു കാര്യം. ഞാൻ അപ്പോഴേ ആലോചിച്ചു, മൂന്നാർ ഇത്രയും തിരക്ക് വരാനുള്ള കാര്യം എന്താ? പ്രത്യേകിച്ച് ക്ലൈമറ്റ് ഒന്നും അത്ര വലുതായിട്ടില്ല, ടൂറിസ്റ്റുകളെ വലുതായിട്ട് ഇപ്പം അങ്ങോട്ട് വലുതായിട്ട് ആകർഷിക്കാനുള്ള സംഭവ സാമഗ്രികളൊന്നുമില്ല എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതിനുള്ള ഒരു അർത്ഥമായത്. സംഭവം എന്തുവാ? രേണു സുധി കഴിഞ്ഞ ദിവസം മൂന്നാറുണ്ടായിരുന്നു. രേണു സുധിയുടെ ആൾക്കാരുടെ തിക്കിലും തിരക്കിലുമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൊണ്ടാടുന്നത് കുംഭമേളയാണ് എന്നുണ്ടെങ്കിൽ ആ കുംഭമേളയുടെ 3 മടങ്ങ് ജനങ്ങളായിരുന്നു മൂന്നാർ രേണു സുധിയുടെ ആരാധകരായിട്ട് തിങ്ങി നിന്നത്. 3-4 എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടെന്ന് 4 കാണുന്നില്ല എന്നുമാണ് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന. ജനങ്ങളെ കണ്ടു നോക്കൂ. ആര് പറയാറ് രേണു സുധിയാന്ന്? നമ്മൾ രേണുസുതിയെ വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. രേണുസുതിയെ നമുക്ക് കണ്ടറിയാൻ കേട്ടോ. ഇത് രേണുസുതിയാണെന്ന് ആരാടാ പറഞ്ഞേ? നമ്മളാരും പറയത്തില്ല. ദൈവമേ, എങ്ങനെയാണ് രേണുസുതി? ഫോൺ തിരിച്ചു വെച്ച് നോക്കട്ടെ. ഇല്ല, നിങ്ങൾ നോക്കേ. രേണുസുതിനെ പോലെ തോന്നിയ എന്റെ പേര് രേണുസുതിയുടെ കട്ടുണ്ടോ? എന്തുവാണ് രേണുസുതിയുടെ കട്ടെടുത്തത്? രേണുസുതിയുടെ എന്തുവാ കട്ടെടുത്തെന്ന് പറ. പാവം പെണ്ണ് എങ്ങനെയൊക്കെയോ കുടുംബം നോക്കാനും പിള്ളേരെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഓരോന്നൊക്കെ ചെയ്ത് ഗൾഫിലും ദുബായിലൊക്കെ പോയി ബാറിലൊക്കെ പോയി ഡാൻസും ചെയ്ത് പാട്ടും കളിച്ച് നൃത്ത സംഗീത വിരുന്നൊക്കെ ഒരുക്കിയിട്ട് ഓടിച്ചാടി വരുമ്പോഴത്തേന് അതിന്റെ കയ്യിൽ നിന്ന് എന്തുവാടാ നീ കട്ടോട്ട് പോന്നെ? എന്ത് സാധനമാണ് കട്ടോട്ട് പോകുന്നത്? മര്യാദ വേണ്ട ഒരല്പമെങ്കിലും. കട്ടോട്ട് പോയിട്ട് എൻ്റെ പേര് റിയ, ഞാൻ രേണുസുതിയുടെ കട്ടാന്ന്. രേണുസുതിയുടെ കട്ടല്ല, കൂട്ടാനാ, തലേ ദിവസത്തെ കൂട്ടാൻ. ചില ആൾക്കാർ പറയാറുണ്ട് കസിനൊന്നുമല്ല. അയ്യോ, രേണുസുതിയുടെ കസിനെ കുറിച്ചൊന്നും പറയില്ലേ. എന്റെ കസിനെ നീ അതങ്ങ് റിമൂവ് ചെയ്തേക്ക്. കസിനെ, ആ കസിനാണോ? കസിൻ രേണു അല്ല, എന്താ പേര്? റിയ എനിക്കറിയാൻ വയ്യ. പറി എന്തുവാന്നോ എന്തോ. അടുത്തത് രേണു, പിന്നെ സബ്സ്ക്രിപ്ഷൻ എത്രയായി? എന്താണ് അവസ്ഥ? പേയ്മെന്റ് അക്കൗണ്ടിലോ? ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഉള്ളായിരുന്നൊരു ഫേസ്ബുക്ക് പേജ് ഇല്ലേ, അത് ഹാക്ക് ചെയ്ത് അടിച്ച് തകർത്തോണ്ടിരിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല. ഫേസ്ബുക്ക് പേജ് പോയോ? എപ്പോഴേ? ഫേസ്ബുക്ക് പേജ് പോയടാ. 1 മാസത്തേക്ക് ടൂർ പോയി മണാലിയിൽ. മഞ്ഞ് വാരി എറിഞ്ഞിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഫേസ്ബുക്ക് വെച്ച് എവിടെ പോയിന്ന്. രേണുവിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് ഇപ്പൊ പറയാനൊന്നും ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എയറിലാവുന്നുണ്ട്. രേണു പറയത്തില്ല. രേണു ബുദ്ധിപൂർവ്വം കളിക്കുന്നു. അതിനെക്കാട്ടിലും ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ചിന്തിച്ചെടുക്കണ്ടേ? മണാലി ടൂർ പോയേക്കുന്നു ഫേസ്ബുക്ക് പേജ്.
എന്നെ ആരും ശ്രദ്ധിക്കില്ല. ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആരും ക്ലാസ് എടുക്കാനോ എനിക്ക് ആരും ഇല്ല ഈ ഒരു ടൈമിൽ. പിന്നെ ഞങ്ങളെല്ലാം എങ്ങനെയാ തലേ ദിവസം രാത്രി പോയിരുന്നിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യും, നാളെ എന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത് അതെല്ലാം ഇങ്ങനെ കോഡ് ചെയ്തെടുത്ത് എല്ലാം ബൈഹാർട്ട് ചെയ്തങ്ങോട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കണം തൊട്ട് അതുപോലെ ചെയ്യുന്ന. അതാ മറ്റേ ടാറ്റു അടിച്ച് ദേഹത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. രേണുസുതി മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ മാറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. പിന്നെ ഏതെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റി പറയാറൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, ചെറിയാറൊക്കെ ഉണ്ട്. അല്ല അത് ഞാൻ പറയുന്നത് ഞങ്ങൾ തന്നെ. രേണു, പിന്നെ ഈ ഷെഫീന ബീബിന്റെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞോ? രേണു അകത്താക്കുമെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ രേണു, എന്തിനാ തൊഴുത് കാണിക്കുന്ന? മുമ്പ് ഇങ്ങനെ ആവേശം അല്ലായിരുന്നല്ലോ. തെറിത്താത്ത എന്ന് പറഞ്ഞുകൊണ്ട് തെറിത്താത്ത എത്ര വട്ടം വിളിച്ചു, എത്ര വട്ടം വീഡിയോ ചെയ്ത്, നിന്റെ കൂടെ നടക്കുന്ന കൂട്ടാളികൾ എത്ര വട്ടം വീഡിയോ ചെയ്ത്, എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നമോ ഭാഗം ഇങ്ങനെ തൊഴുത് അവസാനിപ്പിക്കുന്ന കാര്യം എന്ത്? ഇനി ചിലപ്പോൾ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് എത്തുകയും രേണുവിൻ്റെ പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് എത്തും എന്നൊരു പേടി ഉള്ളത് കൊണ്ടാണോ രേണു? കാരണം കാണുന്ന ജനങ്ങൾക്ക് അതുപോലെയാണ് തോന്നുന്നത്. അവർക്ക് നീ ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു അവസരം ഉണ്ടല്ലോ, ആ അവസരം കാണുമ്പോഴത്തേക്ക് വെറും നിസ്സഹായ അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത്. ഇതുപോലൊരു ചാറ്റിൻ്റെ ഭാഗം വന്നിട്ട് സ്വന്തം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ പല കാര്യങ്ങൾക്കും പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രേണുവിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. വിഷമമുണ്ട് കേട്ടോ. ഓടിച്ചാടി പറവയെ പോലെ നടന്നതാ, മേൽക്കിൽ കൊന്നു പറവയേക്കാൾ നടന്നൊരു വ്യക്തിയാ. എന്തുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങിപ്പോന്നു? എന്തൊരു ഒച്ച പ്രശ്നം? ക്യാമറക്കകത്ത് കയറി പോകുന്നുണ്ടല്ലേ? വേണ്ട, നമുക്ക് ബാക്കിലോട്ട് വരാം. അല്ല, ഇന്നലെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആരാ? കമന്റ്സ് അല്ല നമ്മളെ ബാഡ് കമന്റ്സ് കാരണമായിരുന്നു. ബാഡ് കമന്റ്സ് ഈ ബ്ലോഗേഴ്സ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കാണാറില്ല, തൊണ്ട പോയിട്ട് കാണാറില്ല, താല്പര്യമില്ല. എന്റെ പൊന്നെ രേണു, നീ വ്ളോഗേഴ്സിന്റെ വീഡിയോസ് ഒന്നും കാണാറില്ല എന്നുള്ള കാര്യം എനിക്കെതിരെ ഒരു വീഡിയോ പറഞ്ഞപ്പോഴത്തെ എനിക്ക് മനസ്സിലായി. എന്താ ബിച്ചു ചേട്ടനോ ജാനി സത്യ, നീ എന്താ ബിച്ചു ചേട്ടനോ പച്ചച്ചേട്ടനോ തലയിൽ കളറടിച്ചവനോ? ഈ തലയിൽ കളറടിച്ച റേഡിയോ വഴി പറയുന്നതല്ല, വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും. മനസ്സിലായോ? ഞാനിതൊന്നും കാണത്തില്ലെന്ന്. പണ്ടങ്ങനെ പറയുന്നറിയോ, ഞാൻ പരിപാടിക്ക് പോകാൻ നേരം ഫോണിലൊരു ഹെഡ്ഫോൺ എടുത്ത് വെച്ചിട്ട് ചെവിയിലോട്ട് തിരികും, കാറിന്റെ ബാക്കിലോട്ടിരിക്കും, ഒറ്റ എതിർപ്പിക്കും. അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോങ്സ് ആണ്. ഞാൻ സോങ്സ് കേട്ടുകൊണ്ടാണ് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കൂടെ മുതൽ ബിച്ചു ചേട്ടനെ നിങ്ങൾ 3 പേര് വന്നിട്ട് എന്തുവാടാ കാണിക്കുന്നത്? ബിച്ചു ചേട്ടനോ തലയിൽ കളറൊക്കെ അടിച്ചേക്കുന്നു. തലയിൽ കളർ ചേച്ചി ആകാശവാണി ദൂരദർശൻ വഴി കേട്ടതല്ലേ, 94.7 FM. എന്തൊരു ആവേശമായിരുന്നു ചേച്ചിക്ക് നമ്മക്കിട്ട് കൊളുത്താനായിട്ട്. എന്റെ ദൈവമേ. രേണു നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഋതപ്പനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പോയി. രേണു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും അന്ന് നടന്നത്? എന്നെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു. അമ്മ, ഞാൻ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണം, നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രമേ സേവ് ചെയ്യണം. ഹലോ, എന്താ വെച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോട്ടെ. ഞാൻ പോയിക്കൊണ്ട് എന്താ കുഞ്ഞിനെ കൊണ്ടുപോകും. ഏത് വെള്ളമാടാ ഇത്? ഇമ്പീരിയലോ? എക്സ്ട്രീം ഇമ്പീരിയൽ ഡ്രിങ്കിങ് വാട്ടർ. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തുവാന്ന്. ഇനി ഇതിന്റെ പ്രമോഷനും കോപ്പൊന്നും അല്ല. അത് കണ്ടപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കുപ്പി. ഇനി ഇത് ബ്രാൻഡാണോ എന്ന് എനിക്കറിയത്തില്ല. ദാഹിച്ചപ്പോ തൊട്ടപ്പുറത്തെ കടയിൽ മേടിച്ചത് എന്റെ പൊന്നുമായമേ. അമ്മ എപ്പോഴാണ് വരിക? അപ്പം ഞാനിവിടെ ഒരു പ്രമോഷൻ ഭാഗത്ത് ഞാൻ വരാം, ഉച്ച കഴിഞ്ഞ് വരാം. ഓക്കെ അമ്മ. പപ്പായോട് ചോദിച്ചപ്പോൾ അമ്മയോട് ചോദിക്കാൻ എൻ്റെ അപ്പനോട്. അപ്പം പറഞ്ഞു, ഞാൻ പപ്പായെ വിളിച്ചോളാം. അപ്പം അവനെ വിട്ടു. ശരി, അവൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു എന്നെ കൊണ്ടുവരാൻ വേണ്ടി വരാം. അതാണ് പപ്പ ആദ്യം മടിച്ചത്, വേറൊന്നും കൊണ്ടല്ല. രേണുവിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ രേണു അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഫോൺ എടുക്കുന്നു, ആലോ എന്നെ വിളിച്ചു. അമ്മ തന്നെ എന്നെ വിളിച്ചു, അമ്മ അങ്ങനെ കൊണ്ടുപോകാം. ശരി നല്ല കാര്യം കേട്ടോ രേണു ഇപ്പോഴാണ് ഇതിനൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ തന്നെ. കിച്ചുവിന്റെ വീഡിയോ കണ്ട നമുക്ക് അവരുടെ അച്ഛൻ പറഞ്ഞ് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു, പിന്നെ രേണുവിനെ വിളിച്ചപ്പോഴത്തേന് കൊണ്ടുപോകാൻ പറഞ്ഞു എന്നൊരു കാര്യം ഒറ്റയടിക്ക് ആദ്യം കേൾക്കുമ്പോൾ രേണുവിന് കൂടുതൽ ഹേറ്റേഴ്സ് കിടക്കുന്നത് കൊണ്ട് രേണുവിന്റെ അപ്പന്റെ നേരെ ആ ഹേറ്റേഴ്സ് വരാം. വ്യക്തമായ കാര്യം, രേണു നല്ല കാര്യം നല്ലതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും. അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടുത്ത് പോകാനായിട്ട് ഒരുങ്ങിയ സമയത്തായിരുന്നു കിച്ചു വന്നത്. അപ്പം പറഞ്ഞു കൊണ്ടുപോകണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെന്ന്. ഉടനെ അമ്മയെ വിളിച്ചപ്പോൾ നിന്റെ അനിയനിൽ നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. മാന്യമായ രീതി, മാന്യമായ സംസാരം, മാന്യമായ പ്രതികരണം, വ്യക്തമായ പ്രതികരണം.
ഇത് തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു രേണു ഇതുപോലുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ട് പ്രതികരിക്കുകയാണ്, സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ രേണുവിനെതിരെ ഉള്ളൊരു ഹെയ്റ്റ് ക്യാമ്പയിനിങ്, അതായത് ആരും പൈസ കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് രേണുവിൻ്റെ കരിയർ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. രേണുവിൻ്റെ സ്വഭാവ ഗുണ സവിശേഷതകൾ കണ്ട് അതിനുള്ളിൽ ഔഷധ ഗുണം തിരിച്ചറിഞ്ഞ ജനങ്ങളാണ് ഈ തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനിങ് കമൻറ്റ് രൂപേണയാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന രൂപേണയാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. പിന്നെ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ആരുടെയും ക്ലാസ്സിന് പടങ്ങി നടക്കുന്നൊരുത്തനല്ല, ആ ചെയ്യുന്നൊരുത്തനല്ലാന്ന്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ വീണ്ടും ഹേറ്റേഴ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തോ പാളിച്ച് സംഭവിക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ടെന്ന്. തെറ്റുകൾ തിരിച്ചറിയുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേ അതിനെ മനുഷ്യനായിട്ട് കണക്ക് കൂട്ടാൻ പറ്റൂ. ഇല്ലെങ്കിൽ കരുത്തി കൂടെ ചങ്ങലിട്ടിട്ട് ഏതെങ്കിലും മരത്തിൽ കൊണ്ട് കെട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് വരും. അതായത് മൃഗത്തിന് തുല്യമായിരിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മളെ മനുഷ്യരെ ക്രിയാത്മകമായി ചിന്തിക്കാനും എടുക്കാനും മനുഷ്യരെ മറ്റുള്ളവരെ മൃഗങ്ങളായിട്ടും ദൈവം ജനിപ്പിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട്. മനുഷ്യന്റെ കാര്യം ചെയ്യും, മൃഗത്തിന്റെ കാര്യം ചെയ്യാതെ മനുഷ്യൻ എന്നിട്ട് മൃഗത്തിന്റെ കാര്യം ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ചിന്തിക്കാനും സംസാരിക്കാനായിട്ട് ഞാൻ പോയി. എനിക്കിതിന്റെ വല്ല ആവശ്യമുള്ള രേണുവിന്റെ കാര്യം മൃഗത്തിനെ പിടിച്ചേക്കുന്നത് ചൂടിന്റെ ആണെന്ന് തോന്നുന്നു. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. ശരിയെന്ന്.